എന്തൊക്കെയാണല്ലേ നമുക്ക് ചുറ്റും നടക്കുന്നത്. ചെറിയ കുഞ്ഞു പൈതലുകളൊക്കെ അടിച്ചു കൊല്ലുക. നമ്മുടെ കേരളത്തിലെ ആ 1.5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും നമ്മുടെ കേരളം പറയാൻ തന്നെ പുച്ഛം തോന്നുകയാണ്. അതേപോലെ UP-യിലെ ആ കുഞ്ഞ് അയാൾ നിലത്തടിച്ചിട്ടാണ് കൊല്ലുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാനത് കേട്ടു, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്കത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാനത് കണ്ടു. അത് കണ്ട ശേഷം പറ്റുന്നില്ല, മീൻസ് ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡാണ്. ഞാൻ ഈ വീഡിയോ എമോഷണൽ ആകാതെ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയത്തില്ല എന്നെക്കൊണ്ട് പറ്റുമോയെന്ന്. കാരണം എനിക്കും 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണിത്. ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് പ്രസവിക്കരുത്. ആ കുഞ്ഞ് നിങ്ങളോട് ചോദിച്ചോ അതിനൊരു ജന്മം കൊടുക്കാൻ? ഇല്ലല്ലോ. നിങ്ങൾ മെൻ്റലി ഓർ ഫിസിക്കലി ഒരു കുഞ്ഞിനെ വളർത്താൻ ഓക്കെ അല്ലെങ്കിൽ ദയവ് ചെയ്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകരുത്, പ്ലീസ്. എത്രയോ പേര് ഇവിടെ ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അവർ കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല, അവർ ചിലവാക്കാത്ത ക്യാഷ് ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഓർഫനേജിലോ അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കൊണ്ടെടുക്കുക. അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞ് അവിടെയെങ്കിലും ജീവിച്ചോട്ടെ. എന്തിനാ അതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തിനാ അതിനെങ്ങനെ കൊല്ലുന്നത്? ആ കുഞ്ഞ് എന്ത് പാവാ ചെയ്തത്? നിങ്ങളെ വയറ്റിൽ ജനിച്ചെന്നല്ലാതെ. അതേപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് അയൽവക്കക്കാർക്ക് വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ ഒരു കുഞ്ഞിന് ജന്മം നൽകരുത്. നമ്മൾ ജനിച്ച മുതൽ മരിക്കുന്നവരെ എല്ലാത്തിനും കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറേ പേര് നമ്മളെ ചുറ്റുമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കുഞ്ഞായില്ലേ. ഈവൻ എനിക്ക് പോലും 5 വർഷത്തിന് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടായത്. ഞാൻ മെൻ്റലി ഓർ ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ. അതുകൊണ്ട് ഞാൻ ടൈം എടുത്തു. പക്ഷെ അപ്പോഴേക്കും ചുറ്റുമുള്ളവർ എന്താ പറയുക, ഓരോരുത്തരും എന്നോട് വന്ന് ചോദിക്കുക, നമുക്ക് കുഞ്ഞൊന്നായില്ലേ അയ്യേ എന്ന്. അവർ ചോദ്യം കേട്ട വിചാരിക്കും എനിക്ക് ഭയങ്കര എന്തോ പറയാൻ പറ്റാത്ത ഒരു അസുഖം ഉണ്ടെന്ന്. ഒരു റിയാക്ഷൻ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം ഒരു കുഞ്ഞിന് ജന്മം നൽകുക. ഈ പറയുന്ന ആരും കാണത്തില്ല നിങ്ങളൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതാണ്. എല്ലാവരും പറയും കുഞ്ഞങ്ങുണ്ടാവട്ടെ, അതങ്ങ് വളർന്നോളും. അതങ്ങനെ വളരത്തില്ല. അതൊക്കെ പണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് എല്ലാവരും ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ഒരാളില്ലെങ്കിൽ ഒരാളുണ്ടാവും കുഞ്ഞിനെ നോക്കാൻ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ തന്നെ നമ്മൾ കുഞ്ഞിനെ നോക്കണം. ഈ പറയുന്ന ഒരൊറ്റൊരു കുട്ടീനെയും കാണത്തില്ല. അവർ പറയും നിൻ്റെ കുഞ്ഞല്ലേ, നീയല്ലേ നോക്കേണ്ടതെന്ന്. അതെ, ഞങ്ങളെ കുഞ്ഞാണ്, ഞങ്ങളാണ് നോക്കേണ്ടത്. ആ പോകുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അപ്പം ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിനെ ജന്മം നൽകണമെന്ന്? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇല്ല ഒരു അയൽവക്കക്കാരോ നാട്ടുകാരോ കുടുംബക്കാരാണോ തീരുമാനിക്കേണ്ടത്? അവരാരും ഇല്ലല്ലോ നോക്കാൻ പോകുന്നത്. പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കീറിയിട്ട് അഭിപ്രായം പറയാൻ വൈകുമ്പോഴേക്കും ഈ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചേർന്നിട്ട് നമ്മളെ വീട്ടിലുള്ളവർ കൊടുക്കുന്നൊരു പ്രഷറുണ്ട്. ശരിക്കും പറയുന്നത് എൻ്റെ പാരൻസും എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസും എല്ലാവരും ഭയങ്കര അപ്സെറ്റായി, ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അവരുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് സങ്കടം തോന്നും. ഒരു ടൈമിൽ നമുക്ക് തന്നെ തോന്നും നമുക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടോ. ആ ഒരു രീതിയിലേക്ക് എല്ലാവരും സംസാരിച്ച് മാറ്റും. നമ്മുടെ കിഴപ്പ് തീർക്കാനോ ഇല്ല ബാക്കിയുള്ളവരുടെ കിഴപ്പ് തീർക്കാനോ വേണ്ടി ഉണ്ടാകേണ്ടതല്ല ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ. പോയ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ എന്തിനാ മരിക്കുന്നത് എന്ന് പോലും അറിയാനുള്ള ഒരു ബോധമില്ലാതെയാണ് ഓരോന്നും മരിച്ചിരിക്കുന്നത്. അതും വളരെ ക്രൂരമായിട്ട്. നിലത്തിട്ടടിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിനെ 3-4 തവണ നിലത്തിട്ടാണ്. എങ്ങനെ പറ്റുന്നു? അതേപോലെ കേരളത്തിൽ മരിച്ച ആ കുഞ്ഞ് 51 മുറിവുണ്ട് അതിൻ്റെ ശരീരത്തിൽ. ഇത് പറയാണ്, അത് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഇതിനൊക്കെ എന്ത് ആക്ഷൻ എടുക്കാൻ പോകുന്നത്? അടുത്തൊരു സെൻസേഷണൽ ടോപ്പിക്ക് വരുന്നവരെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതോടെ കഴിയും. ഇതല്ലേ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. UP-യിൽ ആ കുഞ്ഞിനെ കൊന്നവനെ കൊന്നു. നമ്മുടെ കേരളത്തിലോ എന്ത് ആക്ഷനാണ് നടക്കാൻ പോകുന്നത്? ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അവനെ കൊല്ലണം. ആ കുഞ്ഞ് എത്ര വേദന സഹിച്ചോ, എത്ര ഇഞ്ചിഞ്ചായിട്ട് ആ വേദന സഹിച്ചോ, അതുപോലെ ഇഞ്ചിഞ്ചായിട്ട് വേദന സഹിച്ചവൻ മരിക്കണം. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ആക്ഷൻ. പക്ഷെ നടക്കുമോ എനിക്കറിയത്തില്ല, തോന്നുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ഇനി നമ്മുടെ നാട്ടിലൊരു കുഞ്ഞിനെ ഈ ഒരു ഗതി ഉണ്ടാക്കാൻ പാടില്ല. ഇതോടെ തീരണം പ്ലീസ്.